ജമാഅത്തെ വിഷയത്തിൽ ബാലനെ തള്ളിപ്പറഞ്ഞു എം വി ഗോവിന്ദൻ. സാങ്കല്പിക ചോദ്യം ആര് ചോദിച്ചാലും ഉത്തരമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. UDF അധികാരത്തിൽ വന്ന എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവുക? അതിന് വല്ല സാധ്യതയുണ്ടോ? നടക്കാത്ത കാര്യമാണല്ലോ. ഇല്ലാത്ത കാര്യം മാനസികമായി കണക്കാക്കിയിട്ട് ഇത് ഞാനല്ല ചോദ്യം ചോദിച്ചാൽ എടുക്കാം. ഞാനതല്ലേ പറയുന്നത്. ആര് പറഞ്ഞാലും ഞാനതല്ലേ നിങ്ങളോട് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, സാങ്കല്പിക ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഞാനില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ചോദ്യം ചോദിക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണല്ലോ. സാങ്കല്പികമായി അങ്ങനെ ഒരു കാര്യം പറയുന്നത് തെറ്റാണോ? ഞാൻ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. AK ബാലൻ പറഞ്ഞതിനോട് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പികമല്ല, AK ബാലൻ പറഞ്ഞതാണ്. ആര് പറഞ്ഞാലും അത് റിയാലിറ്റിയാണ്. ആര് പറഞ്ഞാലും ഞാൻ ആ സാങ്കല്പിക ഉത്തരവില്ല. അപ്പൊ അന്ന് ആ പരാമർശത്തോട് യോജിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞത് അത് പറയാലോ. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്ന പരാമർശത്തോട് യോജിപ്പില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം. ആ ചോദ്യവും ആ ഉത്തരവും ഞാൻ അംഗീകരിക്കുന്നില്ല. അതേസമയം മാറാട് കലാപം ഇനിയും ഓർമ്മിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മാറാട് കലാപം കഴിഞ്ഞിട്ട് 24 വർഷമായി. ഈ തെരഞ്ഞെടുപ്പിൽ മാറാട് കലാപത്തിന് സാധാരണ നിലയിൽ ഒരു പ്രസക്തിയില്ല. പക്ഷേ മാറാട് കലാപം ഉണ്ടാകും UDF വന്നാലെന്ന് പറയാണ്. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, പിന്നെ AK ബാലൻ പറഞ്ഞു. മാറാട് കലാപം എന്ന് പറയുന്നത് ഓർമ്മിക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ ചോദിക്കുന്നത്. മാറാട് കലാപം എന്ന് പറയുന്ന പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ എന്തിനാണ് പറയുന്നത്? അതായത് ഇടതുപക്ഷത്തിന് എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ മാറാട് 2001 മാറാട് കലാപം നടത്തുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ആര് ഭരിക്കുന്നത്? UDF-ന്റേതാണ്. ആ കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരായിട്ട് നിന്നുകൊണ്ടിരുന്നത് ആരൊക്കെയായിരുന്നു? എല്ലാം വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണല്ലോ. ഭരണകക്ഷിയായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ആ കലാപം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിശക്തിയായ രീതിയിലുള്ള കലാപമാണ്, വർഗീയ ധ്രുവീകരണമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിച്ചു പോയാൽ അതാണ് വലിയ വാതകം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആരെയാണ് സംരക്ഷിക്കുന്നത്?